ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, അഭൂതപൂർവ്വമാണ് സാഹചര്യം എന്ന് പറയേണ്ടി വരും. മുൻപും മുന്നണിയിൽ CPI ഉയർത്തിയ കാര്യങ്ങൾ അവഗണിച്ചിട്ടുണ്ടാകും. പക്ഷേ അക്കാര്യത്തിലൊരു ചർച്ചയൊക്കെ നടക്കണമല്ലോ. ഇതിപ്പോൾ ഒരു ചർച്ച പോലും ഇല്ലാതെ CPI പരസ്യമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യമൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഏത് CPI എന്ന ആറ്റിറ്റ്യൂഡിൽ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഉഭയകക്ഷി ചർച്ച പോയിട്ട് മുന്നണി ചർച്ച പോലും ഉണ്ടായിട്ടില്ല. മുന്നണി ചർച്ച ചെയ്യുന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് അതും നടപ്പായിട്ടില്ല. അപ്പോൾ CPI സംബന്ധിച്ച് ഇനിയുള്ള ഓപ്ഷൻ എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇല്ല, അവര് കുറെ നാളായിട്ട് ഈ അപമാനം സഹിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് എന്നൊരു പറച്ചിലുണ്ട് നമ്മുടെ ഇംഗ്ലീഷിൽ. അതുപോലെ CPI-യെ അവരോട് അങ്ങനെ ആലോചിക്കേണ്ടതൊന്നുമില്ല, അവര് വഴിക്ക് വന്നോളും എന്നുള്ളൊരു ധാരണയിലാണ് ഈ കുറെ നാളുകളായിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെയാണ് ശ്രീ സഖാവ് കാനൻ രാജേന്ദ്രൻ ഇരുന്നപ്പോൾ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ നിലപാടുകൾ എടുത്ത് ടഫായിട്ട് നിന്നത്. പക്ഷെ അദ്ദേഹത്തെയും അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മളൊരു CPI-യുടെയും ഒരു മുന്നണി മര്യാദയുടെയും ഒന്നും വിഷയമായിട്ട് പരിമിതപ്പെടുത്തേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്, CPM എന്താണ് പറഞ്ഞിരുന്നത്? PM ശ്രീയെ സംബന്ധിച്ച് CPM-ന്റെ നിലപാട് എന്തായിരുന്നു? ആ നിലപാട് എങ്ങനെയാണ് മാറിയത്? CPM-നെ നമ്മളൊരു ഏക സ്വരത്തിലാണ്, എല്ലാവരും ഒരു അഭിപ്രായ ഐക്യത്തിലാണെന്നുള്ള രീതിയിൽ പറയണം. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് രാജഭരണമാണ്. രാജാവ് തീരുമാനിക്കുന്നതിന് എതിർവായി ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് CPM-ൽ ഇതിനെക്കുറിച്ച് ആശയ വ്യത്യാസമൊന്നും ഉണ്ടാകാത്തത്. CPI-ക്ക് മറ്റൊരു പാർട്ടി ആയതുകൊണ്ട് ചില മുറുമുറുക്കുകൾ നടത്താം എന്നുള്ളത് കൊണ്ട് അവർ മുറുമുറുക്കുന്നേ ഉള്ളൂ. ഇപ്പുറത്ത് അതിനുപോലുള്ള സ്വാതന്ത്ര്യം. പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ തീരുമാനിച്ചത് ഇത് നടപ്പാക്കേണ്ടതാണ്, ആ തീരുമാനത്തിൽ മാറ്റം വരുത്തണോ എന്ന് മുന്നണി യോഗം ചേർന്ന് തീരുമാനിക്കും, CPI അവഗണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്കും ഇത്ര വിലയേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. അഭിലാഷ്, ADB വായ്പ എടുക്കാൻ കേരളം തീരുമാനിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ അറിഞ്ഞില്ല. ഒരു ഉദ്യോഗസ്ഥൻ പോയി ഡൽഹിയിൽ ഒപ്പിട്ടിട്ട് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പത്രവാർത്തകളിലൂടെയാണ് മുഖ്യമന്ത്രി അറിയുന്നത്. സോളാർ സമരം പിൻവലിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ശ്രീ തോമസ് ഐസക് അറിഞ്ഞില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പള്ളി പോയി പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. ഇവിടെ നടക്കുന്നത് രാജഭരണമാണ്. ആ രാജാവിനെതിരെ സംസാരിക്കാൻ പറ്റാത്ത വിധേയരുടെ പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. CPI-യും അങ്ങനെ തന്നെയാണ്. മുന്നണിക്കകത്ത് നിൽക്കണമെങ്കിൽ അവർക്കും ആർജവത്തോടുകൂടി നിലപാട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റൊരു പാർട്ടി ആയതുകൊണ്ട് സാങ്കേതികമായി അവർക്ക് മുറുമുറുക്കാം. ഇവിടെ മുറുമുറുത്താലും ഒരു കാര്യവുമില്ല. പാർട്ടി കോൺഗ്രസ് തീരുമാനം അദ്ദേഹം മാറ്റും. അദ്ദേഹം ഡൽഹിയിൽ പോയി അവരോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യത്തിനാ കൈ കൊടുത്തു വരുന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി എന്താ ചെയ്യുന്നത്? ഒരു ദിവസം പറയും പള്ളി വകുപ്പുകാര് പറയുന്ന അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറയും, പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ പോയി ക്ഷമ ചോദിക്കാൻ പറയും, പോവും. അവരെല്ലാം ആജ്ഞാനുവർത്തികളാണ്. അതാണ് നടക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാതെ PM ശ്രീയൊക്കെ അങ്ങനത്തെ നയപരമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ കേരളം എന്നുള്ള രീതിയിൽ നമ്മൾ ജനാധിപത്യ സമ്പ്രദായത്തിൽ നിന്ന് ഒരു രാജഭരണത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. യെസ്, അതൊരു ഗൗരവമുള്ള വിമർശനമാണ്. ഒപ്പം ശ്രീ ജോസഫ് സി മാത്യു, നേരത്തെ CPM നേതാക്കളോട് സംസാരിക്കുമ്പോൾ CPM നേതാക്കൾ പറയുന്നത് ഫണ്ട് 1500 കോടിയോളം കിട്ടാനുണ്ട്, SSIയുടെ ഫണ്ടാണ്. അപ്പോൾ ആ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. ആ ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ ഇനി 6 മാസമേ ഉള്ളൂ. 6 മാസം കൊണ്ട് കരിക്കുലം മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നയപരമായ യാതൊരു കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഫണ്ട് മാത്രം വാങ്ങിക്കും, ബാക്കിയൊന്നുമില്ല. അങ്ങനെ പറ്റുമോ? അഭിലാഷ്, ബൈബിളിൽ ഒരു കാര്യമുണ്ട്, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം, നീ എന്നെ ഒന്ന് വണങ്ങിയാ മതി എന്ന് പറയുന്ന ഒരു പരീക്ഷണം ബൈബിളിൽ വിവരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിനാണോ ഇറങ്ങിയത്, അതോ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ പരിപാടികൾ മന്ത്രിസഭ ഉത്തരവിട്ടു നടപ്പിലാക്കലാണ് ഉദ്യോഗസ്ഥരുടെ ജോലി? അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ജോലി കേന്ദ്ര സർക്കാർ പറയുന്നത് നടപ്പിലാക്കലാണോ? അതിൻ്റെ അകത്ത് ചില ക്യാരറ്റുകളും പൈസയും ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ പണത്തിന് വിധേയമായി നടപ്പിലാക്കാൻ, പണം കിട്ടിയാൽ നടപ്പിലാക്കുന്നതാണ് ഞങ്ങളുടെ നയം എന്നാണ് CPM ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ വലിയ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ വർഗീയതയ്ക്കെതിരെ എന്നൊക്കെ സ്റ്റേജിൽ നിന്ന് പറയും. ഇത് എവിടെ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്? CPM-ന്റെ ജനറൽ സെക്രട്ടറി അറിഞ്ഞില്ല എന്നിപ്പോ വ്യക്തമല്ലേ? ജനറൽ സെക്രട്ടറി അറിഞ്ഞില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI സെക്രട്ടറിയും കൂടെ ചർച്ചയുടെ ഡേറ്റ് തീരുമാനിച്ചു പോവുക.
അതിനു മുമ്പേ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പോയി ഒപ്പിട്ട് കഴിഞ്ഞു. ഏത് നിയമം വഴി സ്ഥാപിതമായ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നതെന്നാ പറയുന്നത്. മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു മന്ത്രിസഭയാ ഭരിക്കുന്നതെന്നാ പറഞ്ഞത്. മന്ത്രിമാരറിഞ്ഞോ? മന്ത്രിമാർ പരസ്യമായി പറയല്ലേ ഞങ്ങൾ പത്രത്തിലൂടെ അറിഞ്ഞതെന്ന്. നിങ്ങൾ പറയുമ്പോഴേ അറിയുന്നതെന്ന് അറിഞ്ഞ്. ഈ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടോ? കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ വിഷയം എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. നമ്മൾ ഇതിനെ നിറ്റിഗ്രിറ്റീസ് സംസാരിച്ചിട്ട് എന്താണ്? എല്ലാ വിഷയത്തിലും ഇതാ നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ഡൽഹിക്ക് പോകുമ്പോൾ എന്താ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഓരോ കേസ് അവരങ്ങോട്ട് വിടും. ഇവിടുന്ന് പോയി കുറെ കാര്യം ഇങ്ങനെ അടിയറ വെച്ച് കൊടുത്തേച്ച് തിരിച്ചു വരും. പിന്നെ വേദിയിൽ കയറി നിന്ന് ഇതുപോലെ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞ് കുറെ വർത്തമാനം പറയും. ഇത് കണ്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മൾ യഥാർത്ഥത്തിൽ പോഴന്മാരല്ലേ?